ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ 60യുടെ ജനറൽ സർവീസാണ്. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടോ. നിലവിൽ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് പുതിയ ഫിൽറ്ററാണ്, അത് വലിയ പഴക്കമില്ല, വണ്ടി കാര്യമായിട്ട് ഓടിയിട്ടില്ല. അപ്പോൾ നമുക്ക് അത് ക്ലീൻ ചെയ്യാൻ അതിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ് നമ്മൾ. കാരണം പൊല്യൂഷനൊക്കെ നമുക്ക് എടുക്കാനുണ്ട്. അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ നല്ല ഫിൽറ്ററാണ്. ക്ലച്ചിൻ്റെ ഭാഗത്തായാലും വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് CVT ക്ലച്ചാണ് തന്നെ. അപ്പോൾ അത് ഗ്രീസിങ് ആവശ്യമാണെങ്കിൽ ഗ്രീസ് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് അഴിക്കുന്നത്. അപ്പോൾ ഓൾറെഡി വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ, ബോസ് ഡ്രൈവ് അതൊക്കെ ഓക്കെയാണ്. പറയത്തൊക്കെ വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ആ കിക്കറിൻ്റെ വീലൊക്കെ നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് കയറ്റും കൂട്ടത്തിലൂടെ. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ബാറ്ററി നമുക്ക് ഇരിക്കുന്നത് 4 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ വോൾട്ട് കാണിക്കുന്നത് 12.76 റേഞ്ചൊക്കെ വരുന്നുണ്ട്. 12 വോൾട്ട് എന്ന് പറയുമ്പോൾ നല്ല ഇതാണ്. ഇപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ ഓൾറെഡി ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം നിലവിൽ എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കാം. കാരണം എന്താ വെച്ചാൽ ബാറ്ററി ഓൾറെഡി ഫെയിൽഡ് ആണ്. പക്ഷേ എങ്കിൽ ഇപ്പോൾ വണ്ടി ഓൾറെഡി സ്റ്റാർട്ട് ആവണമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ബാറ്ററി ഇപ്പോൾ ഒന്നും ചെയ്യണമെന്നില്ല. പക്ഷേ വലിയ താമസിച്ചാണ്ട് നമുക്ക് സെൽഫിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കും. കാരണം ബാറ്ററി ഫെയിൽഡ് ആയിട്ടാണ് കാണിക്കണം. പിന്നെ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അയച്ചേക്കണതാണ്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ എൻ്റെ പ്ലഗിൻ്റെ ഭാഗമൊക്കെ നമ്മൾ നോക്കണമുണ്ട് കേട്ടോ. പ്ലഗും എയർ ഫിൽറ്ററും കൂടി സാധാരണ ഒപ്പം മാറ്റേണ്ടി വന്നാൽ ഇപ്പോൾ നമുക്ക് അതിന് കിലോമീറ്ററിലേക്ക് ആയിട്ട് ചെയ്താൽ മതി. അപ്പോൾ നിലവിൽ നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള ഇത് മാത്രമേ വർക്കുകളുള്ളൂ. പിന്നെ നമുക്ക് പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കും അതുകൂടി കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് നോക്കിയിട്ട് അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടോ കേട്ടോ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം. വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ.